ഇന്നലെ രാത്രിയിലാണ് ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായത്. തൊടുപുഴ വച്ചായിരുന്നു അറസ്റ്റ്. നേരത്തെ അറസ്റ്റ് വിവരമൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അറസ്റ്റ് സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ECGയിൽ വേരിയേഷനുണ്ട്, രക്തസമ്മർദ്ദം ഉയർന്ന പശ്ചാത്തലമുണ്ട്. അതിനെ തുടർന്നാണ് രാത്രിയോടെ വൈദ്യപരിശോധനയ്ക്ക് രഞ്ജിത്തിനെ എത്തിച്ചത് എന്നാണ് വിവരം. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇടുക്കി SP ആണ് ഇന്നലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. അതിനു മുമ്പ് പെൺകുട്ടിയുടെ ഈ പരാതി നൽകിയ പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കാരവാനിൽ വെച്ചാണ് തനിക്ക് നേരെ ആക്രമണം നടന്നത് എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത് അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇതിപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ പുതിയതല്ല. നേരത്തെയും ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ നടി നൽകിയ പരാതിയുണ്ട്. മറ്റൊരു ബാംഗ്ലൂർ സ്വദേശിയായ നടൻ ഒരാൾ നൽകിയ ഒരു സംവിധായകൻ നൽകിയ പരാതിയുണ്ട്. ഇതിലൊന്നും കാര്യമായ നടപടിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒന്നാണെന്ന് കരുതണം, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും കഴിഞ്ഞ 2 തവണ രഞ്ജിത്ത് രക്ഷപ്പെട്ടുവെങ്കിൽ ഇത്തവണ പോലീസ് രഞ്ജിത്തിനെ പിടിമുറുക്കി, രഞ്ജിത്തിനെതിരായിട്ടുള്ള പിടിമുറുക്കി പോലീസിന്റെ വലയിലായിരിക്കുകയാണ് രഞ്ജിത്ത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് രഞ്ജിത്തിന് രക്തസമ്മർദ്ദം കൂടുകയും ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ജനറൽ ആശുപത്രിയിൽ നിന്നും എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇത്തവണ രഞ്ജിത്തിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് യുവതി നൽകിയ രഹസ്യമൊഴിയിലടക്കം പറയുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിനൊടുവിൽ തന്നെയാണ് പോലീസ് ഈ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ഈ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. പോലീസ് ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ രഞ്ജിത്ത് അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തനിക്ക് പരാതിയെക്കുറിച്ച് അറിയില്ല എന്നൊരു മറുപടിയാണ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. രഞ്ജിത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. ഇന്ന് പുലർച്ചെ 7 മണിയോളമാണ് രഞ്ജിത്ത് ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയൊക്കെ വേണമെന്നായിരുന്നു ആദ്യം പോലീസ് വിചാരിച്ചിരുന്നത്. പക്ഷേ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവുകയും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനുവരി മാസത്തിലായിരുന്നു, അതായത് രഞ്ജിത്ത് ഒരു ലോ ആൻഡ് ഓർഡർ എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. അതിന്റെ ചിത്രീകരണം കോട്ടയത്തും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ആയിട്ട് പുരോഗമിക്കുകയാണ്. ഈ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഈ നടി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നൽകാം, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം നൽകാമെന്ന് ഈ നടിയോട് പറയുകയും കാരവാനിലേക്ക് രഞ്ജിത്ത് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം രഞ്ജിത്ത് കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് രഞ്ജിത്ത് നടിയോട് വളരെ മോശമായി പെരുമാറുകയും ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇതിനെ തുടർന്ന് കാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ നടി സഹപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ സെറ്റിലെ തന്നെ കംപ്ലൈന്റ് കമ്മിറ്റിയിലേക്ക് ഇക്കാര്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അവർ ഈ ഒരു പരാതി, ഗുരുതരമായിട്ടുള്ള പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് ആദ്യം കടന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അത് ഒത്തുതീർപ്പിലേക്ക് ശ്രമിച്ചു. ഇതോടുകൂടിയാണ് നടിക്ക് നീതി കിട്ടില്ല എന്നുറപ്പായതോടുകൂടിയാണ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് നടി പോലീസിന് പരാതി നൽകിയത്. പോലീസ് പക്ഷെ അതീവ ഗൗരവമായി തന്നെയാണ് ഈ പരാതിയെ കണ്ടിരിക്കുന്നത്. വളരെ രഹസ്യമായി 2 ദിവസം മുമ്പ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഈ സംഭവം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ, യുവതിയുടെ
വീട്, ടവർ ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ കൃത്യമായി പോലീസ് ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ അറസ്റ്റിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. ഇത് മനസ്സിലാക്കിയ രഞ്ജിത്ത് വേഗം തന്നെ കടന്നു കളയാൻ ശ്രമിച്ചു. ആ ശ്രമിക്കുന്നതിനിടെ കോട്ടയത്ത് നിന്നും തൊടുപുഴയിലേക്ക് വരുന്നതിനിടയിലാണ് പോലീസ് അതിനാടകീയമായി രഞ്ജിത്തിനെ പിടികൂടിയത്. രഞ്ജിത്തിനോടൊപ്പം മറ്റൊരു സഹപ്രവർത്തകനും ഉണ്ടായിരുന്നു. ശേഷം ഇവിടുന്ന് കൊച്ചിയിൽ നിന്നും സെൻട്രലിൽ നിന്നും പോലീസ് അങ്ങോട്ടേക്ക് പോവുകയും അവിടെ എത്തിയതിനു ശേഷമാണ് തൊടുപുഴയിൽ നിന്നും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും സെൻട്രൽ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ എത്തുമ്പോഴാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിത്തിന് നേരെ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നത് ആദ്യമായല്ല. അപ്പോഴൊക്കെ കാര്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. രഞ്ജിത്തിന്റെ അറസ്റ്റ് വൈകുന്നതിലൊക്കെ വലിയ പ്രതിഷേധം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരാതി വരുന്നു. അതിനുശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നു. നമുക്കറിയാം, ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നടനും സംവിധായകനുമായ രഞ്ജിത്ത്. CPM കേന്ദ്രങ്ങളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. കോഴിക്കോട് അടക്കമുള്ള സീറ്റുകളിലൊക്കെ രഞ്ജിത്തിന്റെ പേര് പരിഗണിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് അപവാദമായി ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നിർണായകമാണ്. വളരെ ക്വിക്ക് ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്ന്. ഇന്നലെ നവമി, നമ്മൾ ചില ചലച്ചിത്ര പ്രവർത്തകരെയൊക്കെ രഞ്ജിത്തിനൊപ്പം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. തൊടുപുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു രഞ്ജിത്ത് എന്നാണ് മനസ്സിലാകുന്നത്. ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തുകയും പിന്തുണ അറിയിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ രഞ്ജിത്തിനൊപ്പം ഉള്ളത്? നവമി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ദൃശ്യങ്ങളിലോ കാണുന്നത് പോലെ തന്നെ ചലച്ചിത്ര പ്രവർത്തകർ ചിലരൊക്കെ തന്നെ രഞ്ജിത്തിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സിനിമാ മേഖലയെ ഞെട്ടിപ്പിച്ച ഒരു അറസ്റ്റായിരുന്നു. രണ്ട് കേസുകൾ ഇതിനു മുൻപ് സമാനമായി സംഭവിച്ചിട്ടുണ്ട്. അതും ലൈംഗിക ആരോപണങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതിലൊന്നും രഞ്ജിത്ത് കോടതിയിൽ ജാമ്യമെടുക്കുകയും മറ്റും ചെയ്ത് നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് പുതിയ സിനിമയുടെ ചിത്രീകരണവും മറ്റും ആരംഭിച്ചത്. ഇന്നലെ മമ്മൂട്ടി അഭിനയിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ടായിരുന്നു. രഞ്ജിത്ത് നടനായി അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിന് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. നവമി, ഇപ്പോൾ രഞ്ജിത്തിനൊപ്പം മറ്റാരൊക്കെയാണ് ഉള്ളത്? ആശുപത്രിയിലും ഒപ്പം പോലീസ് സ്റ്റേഷനിലുമൊക്കെ ചലച്ചിത്ര പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ? നവമി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നവമി, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ രഞ്ജിത്തിന് ഈ ഘട്ടത്തിലുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് ഒപ്പമുള്ളത്? ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണോ? രഞ്ജിത്ത് ഇതിപ്പോൾ ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തി കാണുന്നതിന് വേണ്ടി രണ്ട് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഒന്ന് ബാദുഷയും ഉണ്ടായിരുന്നു, മറ്റേത് സിനുലാലും ഉണ്ടായിരുന്നു, സോൻ സിനുലാലും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ എത്തി രഞ്ജിത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തതിന്, മരുന്നടക്കമുള്ളവ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെയായിരുന്നു ഇവർ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. രഞ്ജിത്ത് എന്തായാലും ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പോലീസ് ജീപ്പ് മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും